നമസ്കാരം യൂട്യൂബ് നിവാസികളെ, അടുത്തൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ആൻഡ്രൂസ് ബീച്ച് ട്രിവാൻഡ്രത്ത്. മുമ്പ് ഇതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ? അത് ഭാവിക്ക് ഉണ്ടാകുന്നതിന് മുമ്പായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു, നമ്മൾ അന്ന് വന്നപ്പോഴിപ്പം ഒരുപാട് ബീച്ചസ് ട്രിവാൻഡ്രത്തുണ്ട്, പക്ഷേ ഇപ്പം അധികം പോപ്പുലറായിട്ട് ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. കാരണം ശംഖുമുഖം ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കോളം അത്രയ്ക്ക് ആൾക്കാരെ പോകാറില്ല, അല്ലെങ്കിൽ വൃത്തികേടാണ്. ഇപ്പോൾ ഈ ഉള്ളതിൽ ഈ സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചാണ് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളത്. ഇപ്പം നോക്കിയാലും ബാക്കിൽ കണ്ടാലും നിങ്ങൾക്ക് അധികം ചവറൊന്നുമില്ല, ആൾക്കാർ കുറവാണ്. ഒരു വീക്കിലാണ്ടാവാം. ഇവിടെ ആകെയുള്ള പ്രോബ്ലം നമുക്ക് തോന്നിയിട്ടുള്ളത് പാർക്കിംഗ് കിട്ടാൻ. പാർക്കിംഗ് ഇല്ല. അതെ, പാർക്കിംഗ് ഇല്ല. അതെ, അപ്രോച്ച് ചെയ്യാനുള്ള വഴി വളരെ ചെറുതാണ്. വണ്ടി അവിടെ റോഡിലിടുക. ഇങ്ങോട്ട് വരികയാണെങ്കിൽ പാർക്കിംഗ് കിട്ടിയ ഭാഗ്യം. ഇവിടെയൊക്കെ ടൂ വീലറിൽ വരികയാണെങ്കിൽ പ്രശ്നമില്ല. അത്യാവശ്യം ടൂ വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. ഹായ് പറഞ്ഞേ, ഇതിൽ ഹായ് പറഞ്ഞു. എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞേ? ഇവിടെ നിൽക്കുന്നു. ഇത് ബീച്ചല്ലേ? ബീച്ചിൽ നിൽക്കുന്നു. ബീച്ചിൽ നിൽക്കുന്നു. ഓക്കെ, ഇപ്പം അങ്ങോട്ട് വെള്ളാര സ്ഥലത്തോട്ട് പോവാം. നമ്മൾ ആദ്യമായിട്ട് വാവയും കൊണ്ട് വന്നത് വാവയ്ക്ക് 6 months ആയിരുന്നു. അതാണ് ഫസ്റ്റ് ബീച്ച് വിസിറ്റ്. അപ്പോൾ അവർക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൽ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹത്തോടെ വന്നേക്കാണ്. നമുക്ക് നോക്കാം എത്ര കളിക്കുന്നു. അതെ, അന്ന് പോയത് മറ്റേ വേളി ബീച്ചിലായിരുന്നു. അപ്പം 6 months ആയപ്പോഴേക്കും വെള്ളമൊക്കെ ഇങ്ങനെ അടുത്തോട്ട് വരാൻ നേരത്ത് ഭയങ്കര പേടിയാണ്. ഇപ്പം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുമ്പോഴൊക്കെ പോകാനായിട്ട് താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ട്. കൊള്ളാമോ? മണക്കൂടെ നടക്കണ കൊള്ളാമോ? അവിടെ എന്തോ കാണുന്നേ? എല്ലാരേ ഇവിടെ ഇരിക്കാം. നമുക്ക് ഇവിടെ ഇരിക്കാമോ? ആ, ഇട്ടിരുത്തിയാൽ മതി. അല്ലല്ല, എല്ലാരും അടിക്കുന്നോ? അവിടെ ഇരിക്കാം. കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്നൊരു മഴ. അധികം റെയിൻ ക്ലൗഡൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരം ഡ്രസ്സിൽ ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഡ്രസ്സിൽ ചെയ്തിട്ട് അങ്ങ് പൊയ്ക്കോളാം. പക്ഷേ ഇല്ല, പെട്ടെന്നൊരു മഴ. പിന്നെ അവിടെ ബാക്കി ഇരിക്കുന്ന അവിടെ ഒരു ഷാക്കുണ്ട്. ബാക്കിലിരിക്കുന്ന ആ ഒരു ഷാക്കുണ്ട്. ആ ഷാക്കിൽ പോയിട്ട് അതിൻ്റെ ആ ഒരു ഷെഡ് പോലെ ഉള്ളതിൽ കുറേ നേരം നിന്നു. ഒരു 10 മിനിറ്റത്തേക്ക് വെയിറ്റ് ചെയ്തപ്പോഴേക്കും മഴയൊക്കെ തീർന്നു. എന്നാലും തലയൊക്കെ കുറച്ച് നനഞ്ഞു. ഇനി അടുത്ത് ബാക്കി മണ്ണിൽ കളിക്കാനുള്ള പരിപാടി. സണ്ണ് വെള്ളത്തിൽ പോകണ കാണണ്ടേ? ഇവിടെ മഴ നനഞ്ഞോ? മണ്ണായോ കയ്യിലൊക്കെ? മണ്ണ് മാറ്റിയിട്ട് കൊണ്ടുവരട്ടെ ആ കളിക്കുന്നതില്. ആ കുഴപ്പമില്ല, പറ്റുന്ന പോലെ കഴുകു. ഇഷ്ടായോ വെള്ളത്തി? ഇപ്പോഴും പേടിയാണോ? ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരു ചെറിയൊരു കുറച്ചേ ഉള്ളു വെള്ളം. മണ്ണി കളിക്കണ്ടേ? വെള്ളത്തിൽ കളിച്ചാൽ മതിയോ? മണ്ണി കളിക്കണ്ടേ? വാ, മണ്ണി കളിക്കാം. വേണ്ട, പിന്നെ എവിടെ കളിക്കണം? വെള്ളത്തിൽ കളിക്കാൻ പോവാം. വാ. ഓക്കേ. വല്ല പാർക്കിലുള്ള അഴുക്ക മണ്ണിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ അപ്പം കളിച്ചാൽ മതി. ഇവിടുത്തെ നല്ല മണ്ണിലൊന്നും കളിക്കാൻ താല്പര്യമില്ല. പിന്നെ ഇത് കാക്കി കൂടെ എവിടെ? ഇല്ല, അത് ചിലപ്പോൾ കാക്കയൊക്കെ എടുത്തോണ്ട് പോകുന്നത് പറന്ന്.
ആ ബക്കറ്റ് എന്നെ ബക്കറ്റല്ല അതിൻ്റെ ആ ചെറിയ സാധനങ്ങളൊക്കെ അതൊക്കെ എടുത്തുകൊണ്ട് പോകും. മിമിട്ടി പാ ഒന്നുകൂടെ വെള്ളത്തിൽ കളിക്കാം. വെള്ളത്തിൽ ഏത് ബോട്ടാ? അവിടെയോ? ഓ ആ ബോട്ടിൽ കയറാൻ പറ്റില്ല, അതൊക്കെ അടച്ചു വെച്ചിരിക്കുക. മിമിട്ടിക്ക് വേറെ ബോട്ടിൽ കയറ്റാം, വേറെ ബോട്ട്. അവളെ ശ്രദ്ധിക്കണം, ബാലൻസ്. നമ്മൾ സാധാരണ ബീച്ചിൽ വരുമ്പോൾ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ തന്നെ ചപ്പ് ചവർ ഇട്ടിട്ട് പോകുക. ഒന്നീ നമ്മളിതുപോലെ വീട്ടിലേക്ക് ആ ചപ്പ് ചവർ കവറിലാക്കിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ അവിടെ തന്നെ ഉള്ള ഡസ്റ്റ്ബിന്നിൽ ബീച്ചിൽ തന്നെ ഡസ്റ്റ്ബിന്നിൽ ഇടുക എന്നുള്ളത്. അപ്പോൾ ഇവിടേക്കുള്ള ഡസ്റ്റ്ബിന്ന് മോസ്റ്റ്ലി ഫുള്ളായിട്ടുണ്ട്. എത്രത്തോളം ഫ്രീക്വൻ്റ്ലി അവർ അതിനെ ക്ലീൻ ചെയ്യും, അതിനെ എടുത്ത് കളയുന്നൊന്നും അറിയത്തില്ല. എനിക്ക് കണ്ടിട്ട് തന്നെ ആക്ച്വലി ഡെയിലി ചെയ്യുന്നത്. ബിക്കോസ് ആ കവറൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇനിയിപ്പോൾ അതിനകത്ത് ഒന്നും ഇടാൻ സ്ഥലമില്ല. അപ്പോൾ ആരെങ്കിലും വന്ന് എടുത്തിട്ട് ഇല്ല, അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറേ കവറുകൾ ഇനിയും ഇട്ട് വെച്ചിട്ടുണ്ട്, ചാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. റിലേറ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ ആണ്. ഒരു പക്ഷേ അധികം ആൾക്കാർ വരാത്ത ബീച്ച് ആയതുകൊണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതെ, ഞങ്ങൾ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. നമ്മളിവിടുത്തെ 2 ഷാക്കുകൾ, നമ്മൾ അന്ന് അവിടെ ഇരുന്ന ഗ്രേറ്റ് ചാറ്റ്സ്ബി എന്ന് പറഞ്ഞ അത് അവിടെയാണ് മഴ നനഞ്ഞപ്പോൾ പോയി നിന്നത്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നില്ല അവിടെ നല്ല ബർഗേഴ്സ് കിട്ടുമായിരുന്നു. ആ ബർഗേഴ്സ് കിട്ടുന്ന ആദ്യം തന്നെ. അപ്പം അന്ന് വന്നതിന് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ നമ്പർ ഓഫ് പീപ്പിൾ വരുന്നത് കൂടിയിട്ടുണ്ട്. അന്ന് നമ്മൾ വന്നതൊരു വീക്കെൻഡ് തന്നെയായിരുന്നു. പക്ഷേ ഇന്നൊരു വീക്ക് ഡേ ആയിട്ട് പോലും അതിൽ നിന്ന് ആൾക്കാർ കൂടിയിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ശംഖുമുഖം കോവളമൊക്കെ ആൾക്കാർക്ക് മടുത്തിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ഈ ഇതാണ് ഹോട്ട്സ്പോട്ട്. കുറച്ചുകൂടെ പ്രൈവറ്റ് ബീച്ച് പോലെയാണ്, കാരണം നമുക്ക് ഒത്തിരി സ്പേസും ഉണ്ട്, നമ്പർ ഓഫ് ആൾക്കാർ കുറവും. ആക്ച്വലി ഞങ്ങൾ വന്നപ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. ആ സമയത്തല്ല, ഇപ്പോഴാണ് ഇവിടെ ആൾ കൂടിയത്, ഇച്ചിരി ലേറ്റ് ആയപ്പോൾ. അതെ, അവർക്ക് ഇവിടെ നടന്നാൽ മതി. ബീച്ചിൽ നമുക്ക് കളിക്കാൻ കൊണ്ടുവന്നതും ബീച്ചിൽ കാല് നനയ്ക്കാനുള്ളതൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ മണ്ണിൽ കൂടെ നടക്കുന്നത് മാത്രമാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഈ ബീച്ചിൽ വന്നപ്പോൾ മനസ്സിലായത് നമുക്ക് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. അപ്പം അവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ, അതിനപ്പുറത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പം ചെറിയ ചെറിയ സെറ്റപ്പ് കുറച്ച് പേരുടെ ഫംഗ്ഷൻസ് ഒക്കെ. അത് ഈ ബീച്ച് ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കഫേ ഉണ്ട് ബാക്കിൽ. ഇതിൻ്റെ നമ്മൾ ഈ സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഇത് നടത്തിയിട്ടുള്ളത്. അതുപോലെ ആരുടെയോ ബർത്ത്ഡേയുടെ പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസും ചെയ്യാനായിട്ട് ഇവിടെ ഫെസിലിറ്റിയൊക്കെ. അതെ, ഇവിടെ ഊഞ്ഞാലുണ്ട്, നമുക്ക് ആടിയിട്ട് വരാം.